ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻ ദൂസ് വേൾഡ്. ഇതെൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ December 9, 2023 ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. കാ ടെസ്റ്റിലൂടെയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ബേബി ഉണ്ട്, എനിക്കും ബേബി വേണം എന്നിങ്ങനെ വീട്ടിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു അൺപ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. ഞങ്ങൾ പിന്നെ കാ ടെസ്റ്റ് ചെയ്തു. December 10 ഹോസ്പിറ്റലിൽ പോയി ബീറ്റ HCG ചെയ്ത് കൺഫേം ചെയ്തു. പിന്നെ 3rd മന്ത് സ്കാനിങ് റിപ്പോർട്ടാണ് കേട്ടോ ഇത്. സമയത്ത് NTNP സ്കാൻ, ബ്ലഡ് ടെസ്റ്റ്, അതിലൊക്കെ എനിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് പ്ലാസ്മ പ്രോട്ടീൻ വളരെ കുറവായിരുന്നു. 0.5 താഴെയായിരുന്നു. അപ്പോൾ അതിന് മെഡിസിൻ എടുക്കേണ്ടി വന്നു. പിന്നെ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്ന ഒരു പ്രിമച്വർ ബർത്ത് ആയതുകൊണ്ട് അതിനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നു. 12th വീക്ക് തൊട്ട് ഹൈപ്പർ ടെൻഷനുള്ള ടാബ്ലറ്റും 5th മന്ത് തൊട്ട് ഷുഗർ. ഇതുപോലെ അപ്പോൾ എനിക്ക് ഓരോന്നൊക്കെ എഴുത്തരായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ അധികം ടാബ്ലറ്റ്സും റെസ്റ്റും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലായി താമസം. ഫസ്റ്റ് ഡെലിവറി ടൈമിൽ എൻ്റെ വീട്ടുകാരും സപ്പോർട്ട് ഇല്ലാതെ നിന്ന ടൈമാണ്. അപ്പോൾ പിന്നെ അവർക്കാർക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് പ്രഗ്നൻസി അവരോടൊപ്പം നിന്ന് വേണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എടുത്ത് വെക്കുന്നത് പിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കുഞ്ഞ് ബേബി ബമ്പ് വന്നപ്പോൾ ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് എടുത്ത വീഡിയോ ആണ്. വാവയ്ക്ക് വാവയുടെ ചേട്ടൻ രാത്രി പാടി കൊടുക്കുന്ന പാട്ടാണ് കേട്ടോ. മിക്കവാറും എൻ്റെ വൈൻ്റെ അടുത്ത് വന്ന് അവങ്ങനത് പാടുമായിരുന്നു. പിന്നെ നൈറ്റ് 1 മണിക്കൊക്കെ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നും. അപ്പോൾ പിന്നെ പോയി വാങ്ങിക്കൊണ്ട് തരും. പൊറോട്ട, ചിക്കൻ, അപ്പം, ചിക്കൻ, ഇതൊക്കെയാണ് എനിക്കപ്പം ഭയങ്കര ക്രേസ്. എൻ്റെ ബേബി ബമ്പ് വളർന്നതനുസരിച്ച് എനിക്ക് സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ എനിക്ക് ഒരാളടുത്ത് കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. എൻ്റെ അടുത്ത അപ്പൂട്ടിനായിരുന്നു കേട്ടോ കിടന്നിരുന്നത്. അങ്ങനെ അപ്പൂട്ടിനെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര മനപ്രയാസമായിരുന്നു കേട്ടോ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു 1-2 ദിവസം താഴെ കിടന്നു. പിന്നെ അവൻ പിന്നെയും എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ താഴെ കിടത്തിയില്ല, തലയിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചവിട്ടൊന്നും കിട്ടാത്ത രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തി. ഇതിൽ നിങ്ങൾക്ക് എൻ്റെ ബേബി ബമ്പ് അനങ്ങുന്നത് കാണാൻ കേട്ടോ. കണ്ടോ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അനക്കങ്ങളേ ഉള്ളൂ. ക്യാമറ എപ്പോൾ ഓൺ ചെയ്താലും ആൾ അനങ്ങത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ കാത്തിരിക്കുമെന്ന് അനങ്ങുന്ന വീഡിയോ എടുക്കാനായിട്ട്. എപ്പം അടുത്ത് ഓഫ് ചെയ്യുന്നു അപ്പോൾ ആൾ ചെറുപറ അനങ്ങും. ഇത് കണ്ടോ, ഒരു കുഞ്ഞനക്കം. അപ്പോൾ ലിറിക്സ് ഒന്നും വലിയ പിടിയില്ലെങ്കിൽ അപ്പോൾ എപ്പോഴും വാലിന്മേൽ പോകും. ആ പാട്ട് എനിക്ക് എപ്പോഴും പാടിത്തരുമായിരുന്നു കേട്ടോ. ഞാനും കൂടുതലും അത് ഓലത്തുമ്പത്തിരുന്ന് ആട്ടുതൊട്ടിൽ ഇങ്ങനെയുള്ള പാട്ടൊക്കെ ഞാൻ പ്ലേ ചെയ്യും. പക്ഷെ പുറത്ത് വരുമ്പോൾ അവൾ ആ പാട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ദിവസം ഞാൻ തള്ളി നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ 6th മന്തായി, 7th മന്തിൽ വളകാപ്പ് നടത്തി. പിന്നെ 9th മന്തിൽ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ നടത്തി. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുന്നേ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. ഷുഗറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഫ്രൂട്ട് സലാഡ് കഴിക്കുന്നതും ഐസ്ക്രീം കഴിക്കുന്നതൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഭയങ്കര ഒരു എന്താണ് അതിനോടൊക്കെ ഭയങ്കര ഒരു ആർത്തിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഷുഗർ. അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരുപാട് മൂഡ് സ്വിങ്സ്, സങ്കടങ്ങൾ, ദുരിതങ്ങൾ എല്ലാം എൻ്റെ ഇടയിലുണ്ട്. പെട്ടെന്ന് എനിക്കൊരു വൈറൽ ഫീവർ വരികയും ബേബിയുടെ ഗ്രോത്ത് 2 വീക്സ് ഡിലേ ആവുകയും ഹെഡ് സർക്കംഫറൻസിനൊക്കെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്തു. ടെൻഷൻ August 2 എൻ്റെ കുട്ടി ഇതേ പുറം ലോകത്തേക്ക് വന്നു കേട്ടോ. അങ്ങനെ August 2 ഈവനിങ് 4 മണിക്ക് ഡോക്ടർ ചെക്ക് ചെയ്യാൻ വന്നപ്പോഴും പറഞ്ഞത് രാത്രി 8 മണിയാകുമ്പോൾ ഡെലിവറിക്ക് എന്നാണ്. അത് കേട്ടപ്പോൾ എൻ്റെ പാതി ജീവൻ പോയി. കാരണം ഞാൻ അത്രയ്ക്ക് ടയർഡായിരുന്നു. എനിക്ക് അത്രയും പേടിയുള്ളതാണ് PV. അത് ചെയ്ത് എൻ്റെ ഒരു വഴിയാക്കിയിരുന്നു. ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി എൻ്റെ കുട്ടി 4:58 പുറത്തേക്ക് വന്നു കേട്ടോ. നോർമൽ ഡെലിവറി ആയിരുന്നു. ഡെലിവറി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അമ്മൂനും ശ്രീക്കും അപ്പൂനും ഒക്കെ വന്ന് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഒരു നോട്ടം കണ്ടിട്ട് അവരങ്ങ് പോയി. പിന്നെ റൂമിൽ വരുമ്പോൾ ഒരു വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൂൻ്റെ ടൈമിൽ ശ്രീക്ക് ഇങ്ങനെ അടുത്ത് കാണാനോ എടുക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് പറ്റുന്നില്ല. സോഫ്റ്റ് കൈ, മുത്തിയുടെ കൈ തന്നെ കൈയിലാ. അയ്യോടാ നോക്കി ആരാണ് ചേട്ട ചേട്ടൻ മതി. 2 ദിവസം കഴിയുമ്പോൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാണ് അമ്മു എടുക്കുന്നത്. അമ്മൂന് ഭയങ്കര പേടിയാണ് കുഞ്ഞുങ്ങളെ എടുക്കാൻ. ഇപ്പോൾ പ്രായമായതുകൊണ്ടുള്ള പേടിയാണ്. അങ്ങനെ അമ്മു എടുത്ത് വെച്ചേക്കുന്നൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചേട്ടോ. സ്ത്രീക്ക് ആദ്യമൊക്കെ എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പതിയെ അവളെടുത്ത് വിളിച്ചു. അങ്ങനെ ഇന്ന് August 2 പന്നക്കുട്ടിക്ക് 1 വയസ്സായി. അപ്പോൾ ഈ ഒരു ദിവസം അല്ലാതെ പിന്നെ ഞാൻ എപ്പോഴാണ് അവളുടെ ഡെലിവറി സ്റ്റോറിയൊക്കെ പറയുന്നത്. ഞാൻ മാവക്കുട്ടിയുടെ ഓരോ മന്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും എടുക്കണമെന്ന് എനിക്ക് അപ്പൂൻ്റെ ടൈമിൽ അറിയില്ല. അങ്ങനെ എടുക്കാറുണ്ടായിരുന്നെന്ന് തോന്നുന്നു എല്ലാവരും. പക്ഷേ ഞാൻ ഡെയിലി ഫോട്ടോസ് എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പൂൻ്റെ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. എനിക്കൊരു അന്നക്കുട്ടിയുടെ അത്രയും ഫോട്ടോസ് ഇല്ല. കാരണം അമ്മയ്ക്കും അമ്മൂനൊന്നും കാണാനൊന്നും പറ്റാതിരുന്നത് കൊണ്ട് ഓരോ ദിവസത്തെ ഗ്രോത്തും ഞാൻ എടുത്ത് വെച്ചിട്ട് അവരെ പിന്നെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ.
ശരിക്കും ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കണം എന്ന് നമ്മളെപ്പോലെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുള്ളപ്പം നമുക്ക് അതൊക്കെ എടുത്ത് വെക്കാൻ തോന്നും. ശ്രീയും നീനുമൊക്കെയാണ് എനിക്ക് മോട്ടിവേഷൻ തന്നത്. 6 months വാട്ടർമെലൻ വെച്ചിട്ട് കേക്ക് പോലെയൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്ത് അവൾക്ക് കൊടുത്തു കേട്ടോ. 8th month മാഷയായിട്ട് റെഡിയാക്കാൻ വന്ന് നീരുമയാണ്ട് എനിക്കെപ്പോഴും മാഷെ പോലെ തോന്നും, മാഷ എൻ്റെ പേരിൽ. പിന്നെ 9th month ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ പിന്നെ ഒരു ഫോട്ടോ ഞാനിവിടെ 9th month ആഡ് ചെയ്ത് കൊടുത്തു. 12 മാസം പെട്ടെന്ന് കടന്നുപോയി. ഈ 12 മാസവും എൻ്റെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ റോളർ കോസ്റ്റർ റൈഡർ പോലെയായിരുന്നു. അന്നക്കുട്ടി ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ. അന്നക്കുട്ടി മാത്രമല്ല അപ്പുച്ചേട്ടനും എന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരുപാട് പേരുടെ ഇടയിലാണ് ഞാൻ നിന്നത്. ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒപ്പം നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ബൈ ബൈ.